ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമുക്ക് സധൈര്യം പറയുവാൻ സാധിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മരിച്ച ഈശോയ്ക്ക് വേണ്ടി നമ്മുടെ തന്നെ ജീവിതം പൂർണ്ണമായി സമർപ്പിക്കുകയാണെന്ന്. ഇന്ന് കുഞ്ഞു പൈതങ്ങളെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ഈശോ ഭൂജാതനായപ്പോൾ ഈശോയ്ക്ക് വേണ്ടി അന്ന് നിരവധി കുട്ടികൾ നിരുപാധികം വധിക്കപ്പെട്ടു. 5-ാം നൂറ്റാണ്ട് മുതലാണ് കുഞ്ഞു പൈതങ്ങളെ തിരുനാൾ സഭയിൽ ആഘോഷിക്കുവാൻ തുടങ്ങിയത്. കുഞ്ഞു പൈതങ്ങളെ തിരുനാൾ നാം ഇന്ന് ആഘോഷിക്കുമ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ആ നിഷ്കളങ്കതയെ ഒന്ന് ഓർത്തെടുത്ത് ആ നിഷ്കളങ്കതയിലേക്ക് ഒന്ന് തിരികെ പോകാൻ നമുക്കും ഒരു ചെറിയ ശ്രമം നടത്താം. പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുള്ളവരായിരിക്കും നമ്മിൽ ഭൂരിഭാഗം പേരും. ആ സിനിമയിൽ ഈശോയുടെ പീഡാസഹനങ്ങളും ഈശോ അനുഭവിക്കുന്ന വേദനകളും കണ്ട് ഒരുപാട് പേര് കരഞ്ഞിട്ടുണ്ട്. നമ്മുടെ സഹോദരങ്ങളുടെ വേദനകൾ കണ്ട് കരയാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, എവിടെയെല്ലാം മനുഷ്യർ വേദനിക്കുന്നുവോ ആ വേദന കണ്ട് നമ്മുടെയെല്ലാം ഹൃദയം അലിയുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിലും ശിശുസഹജമായ ആ ഒരു നിഷ്കളങ്കത ഇപ്പോഴും ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണത്. ആ നിഷ്കളങ്കതയെ വീണ്ടും ഓർത്തെടുത്തുകൊണ്ട് ആ നന്മകളെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ക്ഷണമാണ് കുഞ്ഞു പൈതങ്ങളെ തിരുനാൾ നമുക്ക് നൽകുന്നത്. ഗബ്രിയേൽ ഒക്കാറയുടെ വൺസ് അപ്പോൺ എ ടൈം എന്ന രചനയിൽ മുത്തശ്ശൻ പഴയകാലത്തിൻ്റെ ഓർമ്മകളിൽ നിന്നുകൊണ്ട് പുതിയ കാലത്തിൻ്റെ പ്രതിനിധിയായി വരുന്ന തൻ്റെ കൊച്ചുമകനെ ഉപദേശിക്കുകയാണ്. മുത്തശ്ശൻ പറയുകയാണ്, മകനെ, ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ ഹൃദയം കൊണ്ടാണ് പുഞ്ചിരിച്ചിരുന്നത്, ഹൃദയം കൊണ്ടാണ് ഞങ്ങൾ ഷെയ്ക്കാൻ കൊടുത്തിരുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് പല്ലുകൾ കൊണ്ട് ആൾക്കാർ പുഞ്ചിരിക്കുകയും കൈകൾ കൊണ്ടുള്ള ഒരു ഷെയ്ക്കാനായിട്ട് അത് മാറിയിരിക്കുന്നുവെന്ന്. ഈ മാറുന്ന കാലത്തിൽ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ആ നിഷ്കളങ്കതയെ ഓർത്തെടുക്കാനും നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ഉറങ്ങിക്കിടക്കുന്ന ആ നന്മകളെ വീണ്ടും ഉണർത്താനും ആ നന്മയിലേക്ക് തിരിച്ചു വന്ന് ആ ഒരു ശിശുസഹജമായ നിഷ്കളങ്കതയോടുകൂടി ഈശോയെ ആരാധിക്കാനുള്ള ക്ഷണമാണ് ഈ കുഞ്ഞു പൈതങ്ങളുടെ തിരുനാൾ നമുക്ക് നൽകുന്നത്. T.S. എലിയറ്റിൻ്റെ ദ ജേർണി ഓഫ് മജായ് എന്ന നോവലിൽ ഈശോയെ കണ്ട് ആരാധിച്ച് തങ്ങളുടെ നാട്ടിൽ മടങ്ങിയെത്തിയ 3 രാജാക്കന്മാർക്കുണ്ടായ അനുഭവത്തെപ്പറ്റി പറയുന്നുണ്ട്. ഈശോയെ കണ്ട് ആരാധിച്ച് തങ്ങളുടെ നാട്ടിൽ മടങ്ങിയെത്തിയ 3 രാജാക്കന്മാർക്ക് ആ നാട്ടിലെ ആചാരങ്ങളുമായിട്ടും ആ നാട്ടിലെ ജീവിത സമ്പ്രദായങ്ങളോടും സമരസപ്പെട്ടു പോകുവാനായിട്ട് സാധിക്കുന്നില്ല. അവരുടെ ഉള്ളിൽ വലിയൊരു മാറ്റം ഉണ്ടായ ഒരു അനുഭവം അവർക്കുണ്ടാവുകയാണ്. കുഞ്ഞു പൈതങ്ങളുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് നമുക്ക് ശ്രമിക്കാം. കുട്ടികളായിരുന്നപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ആ നിഷ്കളങ്കതയും നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ച ആ നന്മകളും വീണ്ടും ഓർത്തെടുത്ത് ആ ഒരു നിഷ്കളങ്കതയോടെ ഈശോയെ ആരാധിക്കാനായിട്ട് ഈ തിരുനാളിൽ നമുക്കും ശ്രമിക്കാം. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 18-ാം അധ്യായം 3-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെപ്പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. നമുക്കും ശിശുക്കളെപ്പോലെ ആകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.